നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞങ്ങളീ പോകുന്നത് ഏറ്റുമാനൂർക്കാണ് കേട്ടോ. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ട് ഉത്സവം തീർന്നു കേട്ടോ. അപ്പം കൊടിയേറിയപ്പോൾ തൊട്ട് പിന്നോട്ടും പറയുന്നുണ്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ആവശ്യവും കൂടി അവിടെ വന്നു. അപ്പം ഒരുമിച്ച് രണ്ടും കൂടി നടക്കുമല്ലോ. അങ്ങനെ അമ്പലത്തിൽ ഉത്സവം തീരുന്നതിന് മുന്നത്തെ ദിവസമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ, ഏറ്റുമാനൂർക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഗാർഡന്. അപ്പോൾ അവിടെ ഇവനൊന്ന് കയറണമായിരുന്നു. പിന്നെ ഞാനും ഇവിടെ വന്നിട്ട് കുറേ ആയിട്ട്, ഇപ്പം ഇങ്ങോട്ട് ഒത്തിരി എനിക്കൊന്ന് ഒരു മാസത്തോളമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊട്ട് എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാനായിട്ട്, അപ്പോൾ ഇവിടെ കുറേ ഈ സൈഡിലിരുന്ന ചെടികളെല്ലാം എടുത്ത് മാറ്റി കേട്ടോ, ഒരു ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ഭയങ്കര വെയിലല്ലേ, പിന്നെ കിണറ്റിലും വെള്ളം കുറയും. അപ്പോൾ എല്ലാത്തിനും ദിവസവും വെള്ളം ഒഴിയിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം വേണം. അപ്പോൾ അത് കാരണം കുറേയൊക്കെ വിനോദം അവിടെ നിന്ന് എടുത്ത് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചു. അതിന് വെള്ളത്തിന് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുറേ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ അടീനിയത്തിലൊക്കെ നിറച്ച് പൂ വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുതിയ കുറേ കളക്ഷനൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനെല്ലാം ഇപ്പോൾ കുറേ ആയിട്ട് വരാത്തത് കാരണം എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കി വെക്കുകയാണ്. ഇന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, പല പ്രാവശ്യം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. കാരണം ചുമയും ഉണ്ട്, പിന്നെ എന്താണെന്നറിയത്തില്ല, നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോയും കൂടെ ലാസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഒരു ചെടിയെ എടുത്തിട്ട് പോയിട്ടുള്ളൂ. അത് വിനോട്ടം പറഞ്ഞിട്ട് തന്നെ എടുത്തിട്ട് വന്ന കേട്ടോ. കാരണം അച്ചു എൻ്റെ അടുത്ത് പറയാനുണ്ട്, എപ്പോഴും വന്ന് കുറേ ചെടി, അവന് തന്നെയാണല്ലോ പണി. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനാണ് ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അവനറിയാം അവനുള്ള പണിയാണ് ഞാൻ എടുത്തുകൊണ്ട് വരുന്നതെന്ന്. പിന്നെ ബൊഗൈൻവില്ല ഇപ്പം അത്യാവശ്യം എൻ്റെ എല്ലാ കളറും ആയിട്ടുണ്ട്. ഇനി കുറച്ച് വല്ലതൊക്കെ ഉള്ളു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ബൊഗൈൻവില്ലയോടുള്ള ആ ക്രൈസ് മാറിയിട്ടുണ്ട്. കാരണം ഇനി അവിടെ വെക്കാൻ എനിക്ക് സ്ഥലമില്ല. ഇനി പുതിയ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇതുകൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവനോടും ചോദിച്ചു പോട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഇനി ഉള്ളത് എനിക്കൊന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇവിടെ ഇരുന്ന പഴയ പോട്ടൊക്കെ വെച്ചാൽ ആരും എടുക്കത്തില്ലല്ലോ അതൊന്നും, അതൊക്കെ എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കുക പതിവ്. അങ്ങനെ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. കാരണം ഈയിടെ എല്ലാം പനിയായിരുന്നാണ്, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് മാത്രം ഞാൻ എടുത്തിട്ട് പോയിരുന്നു. അപ്പോൾ അച്ചു പറയുന്നുണ്ട് എപ്പോൾ വന്നാലും കുറേ ചെടി എടുത്തിട്ട് വരുമെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോകുന്ന വഴിയിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ശ്രദ്ധിക്കുക, പ്രവർത്തിക്കുന്ന ഒരു
ഉത്സവം കഴിഞ്ഞ ഒരു ദിവസം തിരക്കില്ലാതെ പോകുന്നത്. ഒരുപാട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വന്ന് ചാനാശ്ശേരിയിൽ വന്നതിന് ശേഷം പാലാത്തറയിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ അതിൻ്റെ മുന്നത്തെ ദിവസം വിധു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, വിധു എന്നോട് പറഞ്ഞു ഇവിടെ നല്ല ഫുഡാണ്, ട്രൈ ചെയ്ത് നോക്ക്, അമ്മയും മക്കളും ഒക്കെയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അവിടെയുള്ളത് പിടിയും കോഴിയും, പാൽക്കപ്പ മീൻകറി, പിന്നെ കപ്പയും ബീഫും. അപ്പം ഇത്രയാണുള്ളത്. അപ്പം ഞാൻ ബീഫൊന്നും കഴിക്കാത്തതാണ്. ഞാൻ പാൽക്കപ്പയും എന്താ പറയുന്നത് ഫിഷ് കറിയും അത് നല്ലതായിരുന്നു കേട്ടോ. എല്ലാ ബീഫും കപ്പയും മാത്രം ഞാൻ ട്രൈ ചെയ്തില്ല, ബാക്കി രണ്ടും ഞാൻ ട്രൈ ചെയ്തു, നല്ലതായിരുന്നു. മറ്റേതും നല്ലതാണെന്ന് അവർ പറഞ്ഞു. പിന്നെ എൻ്റെ പുറയിലായിട്ട് കാണുന്നത് അവിടെ പായസക്കടയാണ്, പായസവും ബോളിയും കിട്ടും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണത്. അപ്പം ഞാനത് അവിടുന്ന് അത് മേടിച്ചു. കൊള്ളാം, നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാത്തുനിന്നും ഓരോ പ്ലേറ്റ് വെച്ച് മേടിച്ചു. പിന്നെ പായസവും അപ്പുറത്തുനിന്ന് പായസവും മേടിച്ചു. ഈ രണ്ട് കടയും അവരുടെ തന്നെയാണ് കേട്ടോ, അവർ ഫാമിലിയായിട്ട് നടത്തുന്നതാണ് കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ഫുഡായിരുന്നു. ചാനാശ്ശേരിയിൽ പാലാത്തറ ജംഗ്ഷനിലാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്